എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ 3ാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു, ഒരു വീഡിയോ നമ്മൾ ചെയ്തു. ആരെങ്കിലും കാണാത്തതെന്നുണ്ടെങ്കിൽ കാണുക കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബോർ ആറ്റം മോഡലിന്റെ ലിമിറ്റേഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് ഇല്ല ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞു. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്താണെന്ന് മനസ്സിലാക്കി, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന കാര്യങ്ങളും ഏത് ലെറ്റർ വെച്ചിട്ടാണ് എൻ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഷെല്ലുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. KLMN ഷെല്ലുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്താണ് നമ്മൾ കണ്ട്, അസിമത്തൽ ക്വാണ്ടം നമ്പറിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലെ. അസിമത്തൽ ക്വാണ്ടം നമ്പർ എല്ല് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സബ്ഷെൽ, ഓരോ ഷെല്ലിലെ സബ്ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് അസിമത്തൽ ക്വാണ്ടം നമ്പർ ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു ഇല്ലേ. അപ്പം കാണുകോട്ടെ, കൃത്യമായിട്ട് നിങ്ങൾ കണ്ടുപോയാൽ മാത്രമുള്ള ഈ ഒരു നമ്മൾ ഇച്ചിരി ഒരു മനസ്സിലാക്കി എടുക്കാൻ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് കാണും. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കി കണ്ട് മനസ്സിലാക്കുക, എന്നിട്ട് ഓരോരോ പോർഷൻസ് പഠിക്കുക കേട്ടോ. എങ്കിലും ഉള്ളൂ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഐഡിയ ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇനി പഠിക്കാനുള്ളത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറെ കുറിച്ചാണ്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ, റെപ്രസെന്റ് ചെയ്യുന്ന ഏത് ലെറ്റർ വെച്ചിട്ടാണ്? M വെച്ചിട്ടാണ് കേട്ടോ. M എന്ന് പറഞ്ഞിരിക്കുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സിമ്പൽ കേട്ടോ, സിമ്പൽ നോക്കുക, M വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഓറിയന്റേഷൻ, അതായത് നമുക്കറിയാം SPDF എന്ന് പറഞ്ഞിരിക്കുന്ന സബ്ഷെൽ ഉണ്ടല്ലോ. അപ്പൊ സബ്ഷെല്ലിന് ഓരോ ഓറിയന്റേഷൻ ഉണ്ട്. S സബ്ഷെല്ലാണെങ്കിൽ ഒരു സർക്കുലർ രീതിയിലായിരിക്കും കാണപ്പെടുന്നത്, സ്പെറിക്കൽ ഷേപ്പിൽ. Pക്ക് ആണെന്നുണ്ടെങ്കിൽ 3 ഓറിയന്റേഷൻ ഉണ്ടാവും. P സബ്ഷെല്ലിന് ഇങ്ങനെ 3 ഓറിയന്റേഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഓറിയന്റേഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഓറിയന്റേഷൻ വരുന്ന വ്യത്യാസത്തെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയാണ്, റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ നമ്മൾ ഉപയോഗിക്കുന്നത്. Clear ആയല്ലോ? The quantum number that represents the difference in the orientation of orbitals is called magnetic quantum number. അതായത് ഓർബിറ്റൽ ഓറിയന്റേഷൻ കേട്ടോ, ഓർബിറ്റൽ ഓറിയന്റേഷൻ കേട്ടോ, ഓർബിറ്റൽ ഓറിയന്റേഷനിൽ വരുന്ന വ്യത്യാസത്തെ പ്രതിനിധീകരിക്കുന്ന ക്വാണ്ടം നമ്പർ ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മനസ്സിലായല്ലോ? അപ്പൊ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ M വെച്ചാൽ റെപ്രസെന്റ് ചെയ്യുന്നു പറഞ്ഞു. ആ എമ്മിന്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലിന്റെ വാല്യൂവിനനുസരിച്ചിട്ടായിരിക്കും വേരി ചെയ്യുന്നത്. അതായത് എല്ലിന് ഏതാണ് ഒരു പർട്ടിക്കുലർ വാല്യൂ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് എമ്മിന്റെ വാല്യൂയും വരും. ക്ലിയർ ആയല്ലോ? അതായത് ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് എൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ദെൻ അത് 2l+1 വരെ കേട്ടോ, 2l+1 വരെയുള്ള വാല്യൂസ് എന്തിനു വരാം? എമ്മിന് വരാം. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞ്? അതായത് ഞാനിപ്പോൾ പറയാണ്, ഇപ്പം എല്ലിന്റെ വാല്യൂ, സപ്പോസ് എല്ലിന്റെ വാല്യൂ 0 ആവുക. എല്ലിന്റെ വാല്യൂ 0 ആവുക എന്ന് പറയുമ്പോൾ ഏത് ഷെല്ലാണ് നമുക്കറിയാം ഇല്ലേ? K ഷെല്ലാണ് ഇല്ലേ? എല്ലിന്റെ വാല്യൂ 0 ആവുമ്പോൾ K ഷെല്ലാണ്. അപ്പം എമ്മിന്റെ വാല്യൂസ് എങ്ങനെ വരും? നമുക്കറിയാം 2l+1 വരെ വേരി ചെയ്യുമെന്ന് പറഞ്ഞു. എമ്മിന്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 2l+1 വരെ വേരി ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ എഴുതാം? 2 × L 0 ആണ്, 0+1 എന്ന് വരും ഇല്ലേ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇത് 0 വരും, അപ്പം 1 എന്ന് വരും. അതായത് എമ്മിന്റെ വാല്യൂ 1 എന്ന് തോന്നും. അതായത് എല്ലിന്റെ വാല്യൂ 0 വന്നപ്പോൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എമ്മിന്റെ വാല്യൂ എന്താണ്? 1 വന്നു. മനസ്സിലായല്ലോ? അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്? L = 0 വരുവാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഒരു ഓറിയന്റേഷനെ ഉണ്ടാവത്തുള്ളൂ. എമ്മിന്റെ വാല്യൂ 1 എന്ന്, അതായത് ഓറിയന്റേഷനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എല്ലിന്റെ വാല്യൂ 0 വരുവാണെന്നുണ്ടെങ്കിൽ എമ്മിന്റെ വാല്യൂ 1 വന്നു. അതായത് അവിടെ എന്താണ്? ഒറ്റ ഒരു ഓറിയന്റേഷൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. മനസ്സിലായല്ലോ? നമുക്കറിയാം എല്ലിന്റെ വാല്യൂ 1 വരുമ്പം ഏതാണ്? ആ സബ്ഷെല്ല് എന്ന് പറഞ്ഞിരിക്കുന്നത് ഷെല്ല് K ആണ്, സബ്ഷെല്ല് ഏതാണ്? S ആണല്ലോ വരുന്നത്. അപ്പം എന്താണ് അവിടെ? S ഓർബിറ്റിൽ എങ്ങനെയാണ്? ഒരൊറ്റ ഓറിയന്റേഷൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയറായ പറഞ്ഞത്? അതായത് നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ റെപ്രസെന്റ് ചെയ്യുന്ന ഓറിയന്റേഷനാണ്, ഓർബിറ്റൽസിന്റെ ഓറിയന്റേഷൻ ആണ്. അപ്പൊ എല്ലിന്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് എമ്മിന്റെ വാല്യൂ വേരി ചെയ്യുന്നത് പറഞ്ഞു. അപ്പം എല്ലിന്റെ വാല്യൂ 0 വരുവാണെന്നുണ്ടെങ്കിൽ എമ്മിന്റെ വാല്യൂ 1 വരും. അതായത് എല്ലിന്റെ വാല്യൂ 0 എന്ന് പറയുമ്പോൾ സബ്ഷെൽ ഏതാണ്? S ആണ്. അപ്പം എസിന് ഇതാണ് ഒറ്റ ഒരു ഓറിയന്റേഷനെ ഉണ്ടാവത്തുള്ളൂ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ദിസ് ഷോസ് ദാറ്റ് S ഓർബിറ്റൽ ഹാസ് ഓൺലി 1 ഓറിയന്റേഷൻ. അപ്പൊ എങ്ങനെയാണ്? എസിന് ഒരു ഓറിയന്റേഷൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഓരോന്നിന്റെ നോക്കാം. എന്താ നോക്കിയേ? അടുത്ത നോക്കാമേ. വിച്ച് സബ്ഷെൽ ഈസ് ഡിനോട്ടഡ് ബൈ L = 1? L = 1 എന്ന് പറയുമ്പോൾ അത് ഏത് സബ്ഷെല്ലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മൾ കണ്ടു L = 1 എന്ന് പറയുമ്പോൾ ഏതാണ്? എല്ലിന്റെ വാല്യൂ 1 വരുമ്പോൾ ഏത് സബ്ഷെല്ലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതാ നോക്കിയേ, P ഇല്ലേ? P സബ്ഷെല്ലല്ലേ? എല്ലിന്റെ വാല്യൂ 1 വരുന്നത് നോക്കുക. എല്ലിന്റെ വാല്യൂ 1 വരുവാണെന്നുണ്ടെങ്കിൽ സബ്ഷെൽ ഏതാണ്? P ആണ് ഇല്ലേ? P ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ പഠിക്കണം കേട്ടോ. എല്ലിന്റെ വാല്യൂ 1 വരുവാണെന്നുണ്ടെങ്കിൽ സബ്ഷെൽ ഏതാണ്? P ആണ്.
മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ എത്ര അവിടെ ഓറിയന്റേഷൻ ഉണ്ടാവും നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ എല്ലിന്റെ വാല്യൂ 1 വരുവാണെങ്കിൽ പിക്ക് എത്ര വാല്യൂസ് വരാം നമുക്ക് നോക്കാം. എല്ലിന്റെ വാല്യൂ 1 വരുവാണ്. അപ്പൊ എന്താണ് 2l + 1 അല്ലേ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 1 + 1 അല്ലേ? അപ്പൊ എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് വരും അല്ലേ? 3 എന്ന് വരുമല്ലോ. മനസ്സിലായല്ല പറഞ്ഞത്? അപ്പം എല്ലിന്റെ വാല്യൂ 1 വരുവാണെന്നുണ്ടെങ്കിൽ എല്ലിന്റെ വാല്യൂ 1 വന്നു. അപ്പൊ എങ്ങനെയാണ് എമ്മിന്റെ വാല്യൂ 3 വന്നു. മനസ്സിലായല്ലോ? അപ്പൊ പി ഓർബിറ്റൽ ഉണ്ടല്ലോ. അപ്പൊ പി ഓർബിറ്റലിന് എത്ര ഓറിയന്റേഷൻ കാണും? 3 ഓറിയന്റേഷൻ കാണും. ആ ഓറിയന്റേഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അതായത് ഇവിടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എസിനാണെന്നുണ്ടെങ്കിൽ ഒരു ഓറിയന്റേഷൻ ഉള്ളതെന്ന് പറഞ്ഞു, അതായത് സ്പെറിക്കൽ ഷേപ്പിലുള്ളതാണ്. ദെൻ പിക്ക് ആണെന്നുണ്ടെങ്കിൽ 3 ഓറിയന്റേഷൻ ഉണ്ടല്ലേ? ഈ ഒരു രീതിയിലുള്ള 3 ഓറിയന്റേഷൻ അവിടെ ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? ഇനി അതുപോലെ നമുക്കൊന്ന് ഹൗ മെനി വാല്യൂസ് വിൽ ബി ദർ ഫോർ എം വെൻ എൽ ഈസ് ഈക്വൽ ടു 2. എൽ ഈസ് ഈക്വൽ ടു 2 വരുവാണെന്നുണ്ടെങ്കിൽ എൽ ഈസ് ഈക്വൽ ടു 2 നമുക്ക് നോക്കാം. എൽ ഈസ് ഈക്വൽ ടു 2 വന്നു. അപ്പൊ എന്ത് വരും? എമ്മിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 2l + 1 ആണ് വരുന്നത് ഇല്ലേ? അപ്പൊ എത്രയാണ് വരുന്നത്? 2 × എല്ലിന്റെ വാല്യൂ 2 വന്നു. 2 × 2 + 1 അപ്പൊ എത്ര വന്നു? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 വന്നു. അതായത് എല്ലിന്റെ വാല്യൂ 2 വന്നപ്പോൾ എമ്മിന്റെ വാല്യൂ എത്രയാണ്? 5 എന്ന് വന്നു. മനസ്സിലായല്ലോ? 5 വാല്യൂസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എല്ലിന്റെ വാല്യൂ 2 വന്നു, എമ്മിന്റെ വാല്യൂ 5 എന്ന് വന്നു. എല്ലിന്റെ വാല്യൂ 2 വരുമ്പോൾ ഏത് സബ്ഷനിലാണ് വരുന്നത്? ഡിയിലാണ് വരുന്നത് അല്ലേ? ഡിയിലാണ് വരുന്നത്. അങ്ങനെ ആവുകയാണെങ്കിൽ ഹൗ മെനി ഡി ഓർബിറ്റൽസ് ആർ ദേർ? എത്ര ഡി ഓർബിറ്റൽസ് ഉണ്ടാവും? 5 ഡി ഓർബിറ്റൽസ് ഉണ്ടാവും. മനസ്സിലല്ലോ? അപ്പം പിയിൽ നമ്മൾ കണ്ടു, പിയിൽ എത്രയാണ്? 3 ഓറിയന്റേഷൻ വന്നു. അപ്പം ഡിയിൽ എത്ര ഓറിയന്റേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്? 5 ഓറിയന്റേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ആവുകയാണെങ്കിൽ നോക്കിയേ, യു ക്യാൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് എഫ് ഓർബിറ്റൽ ഇൻ ദ സെയിം മാനർ. എഫ് ഓർബിറ്റൽ കണ്ടുപിടിക്കാൻ മേലെ, അതായത് എൽ ഈസ് ഈക്വൽ ടു 3. എൽ ഈസ് ഈക്വൽ ടു 3 വരുമ്പം എമ്മിന്റെ വാല്യൂ 2l + 1 വെച്ച് വരുവാണെന്നുണ്ടെങ്കിൽ 2 × 3 + 1 അപ്പൊ എത്ര വരും? 7 വരും ഇല്ലേ? അതായത് എല്ലിന്റെ വാല്യൂ 3 ആവുകയാണെന്നുണ്ടെങ്കിൽ എമ്മിന്റെ വാല്യൂ എത്ര വന്നു? 7 വന്നു ഇല്ലേ? അപ്പൊ എഫ് ഓർബിറ്റുകളുടെ എണ്ണം എത്രയായിരിക്കും? 7 ആയിരിക്കും ഇല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണല്ലേ? അതേ നോക്കുക. എൽ ഈസ് ഈക്വൽ ടു 0 വരുമ്പം ഇല്ല, എൽ ഈസ് ഈക്വൽ ടു 0 വരുമ്പം എസ് സബ്ഷനിലാണ് വരുന്നത്. എൽ ഈസ് ഈക്വൽ ടു 1 വരുവാണെങ്കിൽ പി വരും. ദെൻ എൽ ഈസ് ഈക്വൽ ടു എന്താണ്? 2 വരുവാണെങ്കിൽ ഡി ആണ് വരുന്നത്. എൽ ഈസ് ഈക്വൽ ടു 3 വരുവാണെന്നുണ്ടെങ്കിൽ എഫ് വരും എന്ന് പറഞ്ഞ. അപ്പം എൽ ഈസ് ഈക്വൽ ടു 3 വരുമ്പോൾ എത്രയാണ്? എഫ് സബ്ഷനിലാണ് വരുന്നത്. ദെൻ അതിൽ എത്ര ഓറിയന്റേഷൻ ഉണ്ടായിരിക്കും? 7 ഓറിയന്റേഷൻ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. അതായത് എൽ ഈസ് ഈക്വൽ ടു 0 വരുമ്പം എം ഈസ് ഈക്വൽ ടു 1 ആണ് വരുന്നത്. എൽ ഈസ് ഈക്വൽ ടു 0 എന്ന് വരുമ്പോൾ ഏതാണ്? എസ് ആണ് അല്ലേ? എസ് ഓപ്ഷനിലാണ് വരുന്നത്. ദെൻ എൽ ഈസ് ഈക്വൽ ടു 1 വരുമ്പോൾ ഏതാണ്? പി ആണ് വരുന്നത് അല്ലേ? എൽ ഈസ് ഈക്വൽ ടു 1 വരുമ്പോൾ പി ആണ് വരുന്നത്. അപ്പൊ എമ്മിന്റെ വാല്യൂ എത്രയായിരിക്കും? 3 ആയിരിക്കും വരുന്നത്. ദെൻ എൽ ഈസ് ഈക്വൽ ടു 2 വരും. അപ്പൊ എമ്മിന്റെ വാല്യൂ എത്രയാണ്? 5 ആണ് വരുന്നത്. എൽ ഈസ് ഈക്വൽ ടു 2 വരുമ്പോൾ ഏതാണ്? ഡി ആണ് വരുന്നത് അല്ലേ? ദെൻ എൽ ഈസ് ഈക്വൽ ടു 3 വരുമ്പം എമ്മിന്റെ വാല്യൂ അതായത് 7 വരും. അതായത് 7 ഓറിയന്റേഷനുകൾ ഉണ്ടായിരിക്കും. അതായത് എഫ് ഓർബിറ്റിൽ അല്ലേ? എഫ് സബ്ഷനിലുണ്ടല്ലോ, എഫ് സബ്ഷനിൽ 7 ഓറിയന്റേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഓരോ ഓർബിറ്റലുടെയും എണ്ണം നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ ഷെല്ലുമായി ബന്ധപ്പെട്ട ആകെ ഓർബിറ്റലുടെ എണ്ണമാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടാൽ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ സമ്മറൈസ് ചെയ്ത് വന്നിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ നോക്കുക. അവിടെ നിന്നൊക്കെ എന്നിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. 1 2 3 4 എന്നാണ് എന്നിന്റെ വാല്യൂ. അപ്പോൾ ഓരോ ഷെല്ലുമാണ്. സബ് ഷെല്ല് എന്ന് പറയുമ്പോൾ എൽ ഈസ് ഈക്വൽ ടു 0 ഇല്ല, എൽ ഈസ് ഈക്വൽ ടു 0 എന്ന് വരുമ്പം എഫ് സബ് ഷെല്ലാണ് വരുന്നത്. എൻ ഈസ് ഈക്വൽ ടു 2 വരുമ്പം എല്ലിന്റെ വാല്യൂ ഇല്ലേ? എല്ലിന്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 0ഉം 1ഉം വരും. 0ഉം 1ഉം വരും. ദെൻ എൻ ഈസ് ഈക്വൽ ടു 3 വരുമ്പം എല്ലിന്റെ വാല്യൂ എന്ന് വെച്ചാൽ 0 1 2 വരും. അത് എത്രയാണ്? അടുത്ത് വരുമ്പം 0 1 2 3 എന്ന് വരും അല്ലേ? മനസ്സിലായല്ലോ? അപ്പൊ അവിടെയുള്ള ഓരോ ഓർബിറ്റൽസ്, നമ്പർ ഓഫ് ഓർബിറ്റൽസ് എത്രയാണ്? ഓർബിറ്റലുടെ എണ്ണം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ഇവിടെ 1 ആണ് വരുന്നത്. മനസ്സിലായല്ലോ? ദെൻ അടുത്ത എൽ ഷെല്ലിൽ വരുമ്പോൾ എത്ര വരും? 1ഉം 3ഉം നമ്മൾ കണ്ടു അല്ലേ? എസ്സിൽ എന്ന് പറഞ്ഞിരിക്കുന്ന 1 ആണ് വരുന്നത്. പിയിൽ എത്ര ഓറിയന്റേഷൻ ഉണ്ടാവും? 3 ഓറിയന്റേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു ഇല്ലേ? ഇനി എല്ലിന്റെ വാല്യൂ ഇതാ നോക്കുക. എല്ലിന്റെ വാല്യൂ ഓരോന്നോരോന്നായിട്ട് എല്ലിന്റെ വാല്യൂ 2 വരുമ്പോൾ നമുക്ക് കണ്ടു ഇല്ല, ഡി ആണ് വരുന്നത്. എല്ലിന്റെ വാല്യൂ 2 വരുമ്പോൾ ഡി ആണ് വരുന്നത്. അവിടെ എത്ര ഓറിയന്റേഷൻ ഉണ്ട്? 5 ഓറിയന്റേഷൻ ഉണ്ട്. ഇനി എല്ലിന്റെ വാല്യൂ 3 വരുന്നു. എല്ലിന്റെ വാല്യൂ 3 വരുമ്പം അത് എത്ര ഓറിയന്റേഷൻ ഉണ്ടായിരിക്കും? എഫിലാണ് വരുന്നത്. ദെൻ 7 ഓറിയന്റേഷൻ ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? അപ്പം ഓരോ ഷെല്ലിലുമുള്ള നമ്പർ ഓഫ് ഓർബിറ്റൽസ് എത്രയാണ്? കെ ഷെല്ലിൽ 1 ആണ്. ഇതാ നോക്കിയേ, എൽ ഷെല്ലിൽ എത്രയാണ്? എത്ര ഓർബിറ്റൽ ഉണ്ട്? 3 1 4 എണ്ണം ഉണ്ട്
ഇല്ലേ? ഇതേ നോക്കി എം ഷെല്ലിൽ എത്ര വരും? 5 3 8 1 9 ഉണ്ട്. ഇവിടെ എത്രയാണ്? 3 1 4 5 4 9 9 16. അപ്പോൾ ഓരോ ഷെല്ലും ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് കണ്ടല്ലോ. ക്ലിയർ ആയല്ലോ? അപ്പം ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് n പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നിന്റെ വാല്യൂവിനനുസരിച്ച് അവിടെയുള്ള എന്താണ് ആ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റുകളുടെ എണ്ണവും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെയാണ് ഈ എന്നും ഈ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. എന്ന് നോക്കിയേ, എന്നിന്റെ വാല്യൂ 1 വന്നു, നമ്പർ ഓഫ് ഓർബിറ്റൽസ് 1 ആണ് വന്നത്. എന്നിന്റെ വാല്യൂ 2 വന്നു, ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് എത്രയാണ്? 4 വന്നു, അതായത് സ്ക്വയർ ചെയ്തല്ലോ. ഇതിനടുത്ത് നോക്കിയേ, എന്നിന്റെ വാല്യൂ 3 വന്നു, ഇവിടെ എങ്ങനെയാണ്? 9 വന്നു, സ്ക്വയർ ചെയ്തു. എന്നിന്റെ വാല്യൂ 4 വന്നു, ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് എത്രയാണ്? 16 വന്നു, സ്ക്വയർ ചെയ്തു. ക്ലിയർ ആയല്ലോ? അപ്പൊ ഓരോ ഷെല്ലിലും ഉള്ള അല്ല, അപ്പോൾ ഓരോ ഷെല്ലിലും ഉണ്ട്, കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല്, ഓരോ ഷെല്ലിലുള്ള ആകെ ഓർബിറ്റുകളുടെ എണ്ണം എങ്ങനെയായിരിക്കും? എന്നിന്റെ സ്ക്വയർ ആയിരിക്കും അല്ലേ? മനസ്സിലാകുന്നല്ലോ? അപ്പം ഈ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ്? ദാ ഇവിടെ നോക്കി, ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ ഈച്ച് ഷെൽ ഈസ് എൻ സ്ക്വയർ. അടിച്ചു വെക്കുക കേട്ടോ. ദ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ ഈച്ച് ഷെൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരിക്കും? എൻ സ്ക്വയർ ആയിരിക്കും, എന്നിന്റെ സ്ക്വയർ ആയിരിക്കും. ഓരോ ഷെല്ലിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽ, ആകെ ഓർബിറ്റലുകളുടെ എണ്ണം എങ്ങനെയായിരിക്കും? എന്നിന്റെ സ്ക്വയർ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെങ്കിൽ എന്താണ് ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോണുകൾ ഇല്ല, മാക്സിമം ഇലക്ട്രോണുകൾ 2n സ്ക്വയർ ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് ഷെൽ. ഓരോ ഷെല്ലിലും മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഇലക്ട്രോൺസ് എത്രയാണ്? 2n സ്ക്വയർ ആണ്. അപ്പൊ ക്ലിയർ ആയല്ലോ? അപ്പൊ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ കേട്ടോ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഓർബിറ്റുകളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓരോ ഷെല്ലിലുള്ള ഓർബിറ്റുകളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് എത്ര ഓറിയന്റേഷൻ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ? ഇവിടെ ഓർക്കേണ്ട 2 പോയിന്റുകൾ ഇതാണ് കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ ഈച്ച് ഷെൽ എന്ന് വെച്ചാൽ n സ്ക്വയർ ആണ്. അതുപോലെ തന്നെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് ഷെൽ. ഓരോ ഷെല്ലിലും അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഓരോ ഷെല്ലിലും അക്കോമഡേറ്റ് ചെയ്യാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 2n സ്ക്വയർ ആണ്. മനസ്സിലായല്ലോ? ഇതാ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇലാബറേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ നമുക്ക് നോക്കാം. ആ ടേബിൾ വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഈ ടേബിളിൽ നോക്കി എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് ഷെൽ. നമ്മൾ കണ്ടു ഓരോ ഷെല്ലിലും ഇല്ല, ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2n സ്ക്വയർ ആണെന്ന് കണ്ടു. അപ്പൊ കെ ഷെല്ലിൽ നോക്കിയാൽ, കെ ഷെല്ലിൽ എന്ന് പറയുമ്പോൾ എത്രയാണ്? എന്നിന്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 1 ആണ് വരുന്നത് അല്ലേ? എന്നിന്റെ വാല്യൂ 1 വരുമ്പോൾ 2 ഇൻറ്റു 1 സ്ക്വയർ എന്ന് വരും. അപ്പൊ 2 തന്നെ വരും. ഇനി എൽ ഷെല്ലാണ്, എന്നിന്റെ വാല്യൂ 2 ആണ് വരുന്നത്. അപ്പം 2n സ്ക്വയർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. 2n സ്ക്വയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം 2 ഇൻറ്റു 2 സ്ക്വയർ വരും, 4 ഇൻറ്റു 2 എന്ന് വരുമ്പോൾ 8 വരും കേട്ടോ. ഇവിടെയും 2n സ്ക്വയർ ആണ് വരുന്നത്. അപ്പൊ എത്രയാണ് വരുന്നത്? 3 9 വരും, 9 2 18 വരും. അപ്പൊ 2n സ്ക്വയർ വെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയാണ്? 4 16 16 32. അപ്പം ഓരോ ഷെല്ലിലും അക്കോമഡേറ്റ് ചെയ്യാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? ആദ്യത്തെ ഷെല്ലിൽ 2 ആണ്, രണ്ടാമത്തെ ഷെല്ല് അതായത് എൽ ഷെല്ലിൽ 8 മാത്രമേ വരാൻ പാടുള്ളൂ. എം ഷെല്ലിൽ 18, അതുപോലെ തന്നെ എൻ ഷെല്ലിൽ എന്ന് പറയുമ്പോൾ 32. ഇത്ര മാത്രമേ ഓരോ ഷെല്ലിലും വരാൻ പാടുള്ളൂ. ഇനി അടുത്ത് നോക്കിയാൽ കെ ഷെല്ലിൽ എല്ലിന്റെ വാല്യൂ നമുക്കറിയാം 0 ആണ്. അപ്പൊ അതിന് സബ് ഷെല്ലിൽ എത്രയാണ് വരുന്നത്? എസ് ആണ് സബ് ഷെല്ല് എന്ന് പറയുന്നത്. അവിടെ നമ്പർ ഓഫ് ഓർബിറ്റൽസ് നമ്മൾ കണ്ടതാണ്, 1 ഉള്ളൂ ഇല്ല, ഓർബിറ്റലിന്റെ എണ്ണം അവിടെ 1 വരത്തുള്ളൂ. അപ്പം അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സബ് ഷെല്ല് എസ് എന്ന് പറയുന്ന സബ് ഷെല്ലുണ്ടല്ലോ, അപ്പൊ അവിടുത്തെ നമ്പർ ഓഫ് എത്രയാണ്? 1 ഉള്ളൂ. അപ്പൊ അവിടെ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് വരുന്നത്? 1 ഇൻറ്റു 2, അതായത് 2 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ എസ് സബ് ഷെല്ല് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ദെൻ അടുത്ത നോക്കിയേ എൽ ഷെല്ലിലെ എസ്സിലെ എസ്സിന് നമുക്കറിയാം എത്രയാണ്? 1 ആണ് വരുന്നത്. നമ്പർ ഓഫ് ഓർബിറ്റൽസ് 1 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ എത്ര വരും? 1 ഇൻറ്റു 2 വരും അല്ലേ? 1 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു ഇവിടെ എത്രയാണ് വരുന്നത്? 2. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ഇവിടെ 2 ആണ് വരുന്നത്. ഇനി അടുത്ത് നോക്കിയേ, എൽ ഷെല്ലിൽ തന്നെയാണ്. അവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? 3 അല്ലെ? സബ് ഷെല്ലിൽ എത്രയാണ്? സബ് ഷെല്ലിൽ പി ആണ് വരുന്നത്. അപ്പൊ സബ് ഷെല്ലിലെ നമ്പർ ഓഫ് ഓർബിറ്റൽസ് 3 ആണ് വരുന്നത് ഇല്ല. അപ്പൊ 3 ഇൻറ്റു 2 6 വരും. മനസ്സിലായല്ലോ? ദെൻ അടുത്ത് നോക്കിയേ എം ഷെല്ല് എസിന്റെ കേസിൽ വരുമ്പോ എങ്ങനെയാണ് വരുന്നത്? എസിന്റെ കേസിൽ വരുമ്പം 1 ഇല്ല, 1 ആണ് വരുന്നത്.
1 × 2 മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ് വരുന്നത്? രണ്ടല്ല പറ്റത്തുള്ളൂ. ഓർബിറ്റ് ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എന്ന് വെച്ചാൽ 2ആണ്. അപ്പൊ ഇവിടെ എത്രയാണ്? 2 തന്നെ വരും. മനസ്സിലായല്ലോ? ഇതാ ഇവിടെ നോക്കിയേ, ഇവിടെ എത്രയാണ് വരുന്നത്? ഇവിടെ നോക്കിയേ പി ആണ് അല്ലെ, സബ്ഷെല്ലിൽ പി ആണ്. അപ്പൊ ഇവിടെ എത്രയാണ്? 3 വരും. 3 × 2 അതായത് 6ആണ് ഇവിടെ വരുന്നത്. അതിന്റെ ഡിയില് 5ആണ് നമ്പർ ഓഫ് ഓർബിറ്റൽസ് വരുന്നത്. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2ആണ്, 10 വരും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് നോക്കിയേ, എൻ ഷെല്ല് നോക്കുക. എൻ ഷെല്ല് ഇവിടെ എത്രയാണ് വരുന്നത്? 1 × 2 വരും, അതായത് 2. മനസ്സിലായല്ലോ? then അവിടെ എത്രയാണ് ഇവിടെ വരുന്നത്? 3 ആണ് വരുന്നത്. 3 × 2 എന്ന് വരും, 6 വരും. ഇവിടെ എത്രയാണ്? 5 × 2 വരും, 10 വരും. ഇനി അടുത്തത് എഫിൽ നോക്കിയ നമ്പർ ഓഫ് ഓർബിറ്റൽസ് എത്രയാണ് വരുന്നത്? 7 ആണ് വരുന്നത്. ദെൻ 2 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ 7 × 2 14 വരും. മനസ്സിലായല്ലോ? അപ്പം ഓരോ ഷെല്ലിലും കേട്ടോ, ഓരോ ഷെല്ലിലും അക്കോമഡേറ്റ് ചെയ്യാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കെ ഷെല്ലിൽ എത്രയാണ്? 2. കെ ഷെല്ലിൽ 2 ആണ്. എൽ ഷെല്ലിൽ വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? സബ് ഷെല്ല്. എൽ ഷെല്ലിൽ വരുമ്പോൾ സബ് ഷെല്ല് എവിടെ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എസിൽ 2, ദെൻ പിയിൽ എത്രയാണ്? 6. ക്ലിയർ ആയല്ലോ? ദെൻ ഇവിടെ നോക്കിയേ, അടുത്ത കേസിൽ വരുന്നു. എം ഷെല്ലിൽ വരുമ്പോൾ എസിൽ 2 വരത്തുള്ളൂ, പിയിൽ 6 വരും, ദെൻ ഡിയിൽ 10 വരും. അപ്പം എസ് ഷെല്ലിൽ അടുത്ത് നോക്കുക. എസ് ഷെല്ലിൽ 2 ആണ്, പിയിൽ വരുമ്പോൾ 6 വരും, ഡിയിൽ 10 വരും, ദെൻ എഫിൽ വരുമ്പോൾ എത്രയാണ്? 14. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഓരോ ഷെല്ലിന്റെ ടോട്ടൽ നമ്മൾ എടുക്കുമ്പോൾ വരും, വാല്യൂ വരും. എന്താ നോക്കി ഇവിടെ നോക്കിയേ, ഈ കെ ഷെല്ലിന് കേസിൽ ടോട്ടൽ വരുമ്പോൾ എത്രയാണ് വരുന്നത്? 2n² അതായത് 2 വരും. ഇതിന്റെ കേസിൽ വരുമ്പോൾ എത്ര വരും? 6 2 8. ഇവിടുത്തെ കേസ് വരുമ്പോൾ 10 6 16 2 18 ഇവിടെ വന്നു. ഇവിടെ എത്രയാണ്? 14 10 24, 24 6 30, 32 32 വന്നു. മാക്സിമം നമ്പർ അത്രേ ഉള്ളൂ പറ്റത്തുള്ളൂ. ഈ ഒരു രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, പഠിക്കുക കേട്ടോ. അപ്പൊ ഓരോ ഓർബിറ്റിൽ അത് കൃത്യമായിട്ട് ഓർത്തണം. ഓരോ ഓർബിറ്റിലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞിരിക്കുന്നത് 2 ആയിരിക്കും കേട്ടോ. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഓരോ ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞിരിക്കുന്നത് 2 ആയിരിക്കും. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമ്മറൈസ് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദി മാക്സിമം നമ്പർ ഓഫ് ഓർബിറ്റൽസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് ഷെൽ. നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കണം കേട്ടോ. മാക്സിമം നമ്പർ ഓഫ് ഓർബിറ്റൽസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് ഷെൽ. ഓരോ ഷെല്ലിലും അക്കോമഡേറ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ വയ്ക്കാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഓർബിറ്റലുകളുടെ എണ്ണം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ? n² ആയിരിക്കും. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് ഷെൽ. ഓരോ ഷെല്ലിലും ഇലക്ട്രോൺസ് അതെങ്ങനെയാണ്? 2n² ആണ്. ഓരോ ഷെല്ലിലും വെക്കാവുന്ന ഓർബിറ്റൽ ഉണ്ടല്ലോ, KLMN ഉണ്ടല്ലോ, ഓരോ ഷെല്ലിലും വെക്കാവുന്ന ഓർബിറ്റുകളുടെ എണ്ണം എന്ന് വെച്ചാൽ n² ആണെന്ന് പറഞ്ഞു. ഇനി ഓരോ ഷെല്ലിലും ഇലക്ട്രോൺസ് ഓർബിറ്റലുണ്ടല്ലോ, ഓർബിറ്റൽ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അപ്പൊ ഇലക്ട്രോൺസ് എത്രയാണ്? 2n² ആണ്. മനസ്സിലായല്ലോ? ഇനി ഓരോ ഓർബിറ്റലിലും മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് ഓർബിറ്റൽ. ഓരോ ഓർബിറ്റലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ കേട്ടോ. പരമാവധി ഇലക്ട്രോൺ എന്ന് വെച്ചാൽ 2 ആണ്. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് സബ്ഷെൽ. കണ്ടല്ലേ? ഓരോ സബ്ഷെല്ലിലും അക്കോമഡേറ്റ് ചെയ്യുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 2 × 2l+1 അത്. അപ്പൊ നമ്മളിവിടെ കിട്ടിയായിരുന്നു കേട്ടോ, ഇക്വേഷൻ നമ്മളിവിടെ ചെയ്ത് കിട്ടിയായിരുന്നു കേട്ടോ. അത് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് സബ്ഷെൽ. ഓരോ സബ്ഷെൽ നമ്മളിവിടെ കിട്ടിയില്ല, ഓരോ സബ്ഷെല്ലിലും അക്കോമഡേറ്റ് ചെയ്യാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഇക്വേഷൻ വെച്ച് നോക്കിയാൽ 2 × 2l+1. ക്ലിയർ ആയല്ലോ? അപ്പൊ എത്രയൊക്കെയാണ് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് സബ്ഷെൽ എന്ന് പറയുമ്പോൾ എസിൽ 2 പറ്റത്തുള്ളൂ, പിയിൽ 6, ദെൻ ഡിയിൽ 10, എഫിൽ 14. മനസ്സിലായല്ലോ? അപ്പൊ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. മാക്സിമം നമ്പർ ഓഫ് ഇതൊക്കെ ചോദിക്കാം, 1 വേർഡ് ഒക്കെ ആയിട്ട് മിക്കപ്പോഴും പരീക്ഷയിൽ ചോദിക്കുന്നതാണ് കേട്ടോ. ഓരോ ഷെല്ലും അക്കോമഡേറ്റ് ചെയ്യുന്ന മാക്സിമം നമ്പർ ഓഫ് ഓർബിറ്റൽസ്, അതുപോലെ ഓരോ ഷെല്ലും അക്കോമഡേറ്റ് ചെയ്യുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. പിന്നെ ഓരോ ഓർബിറ്റലിലും എത്രയാണ് ഇലക്ട്രോൺസ് വരുന്നത്? 2 ആണ്. 2 ഇലക്ട്രോൺസ് ആണ് മാക്സിമം പറ്റത്തുള്ളൂ. ഓരോ സബ്ഷെല്ലിൽ നമ്മൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എസിന്റെ വാല്യൂ 2 ആയിട്ട് വരും, ദെൻ പിയുടെ വാല്യൂ 6 ആയിട്ട് വരും, ഡിയുടെ വാല്യൂ 10 ആണ്, എഫിന്റെ വാല്യൂ 14 വരും. അതെല്ലാം കൂടെ ടോട്ടലിൽ കൂട്ടുമ്പോൾ നമുക്ക് ഓരോ ഷെല്ലിലും
മാക്സിമം എന്താണ് അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണവും നമുക്ക് അവിടെ കിട്ടും. ഇത് ക്ലിയർ ആക്കുക, മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ സബ്ഷെല്ല്. ഇനി സബ്ഷെല്ലുകളിലൊക്കെ എങ്ങനെയാണ്, സബ്ഷെല്ല് ഉണ്ടല്ലേ, SPDF സബ്ഷെല്ല് ഉണ്ടല്ലേ, അതിൽ എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിനെ നമ്മൾ ഫില്ല് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ സബ്ഷെല്ല്. നമുക്കറിയാം ഓരോ ഷെല്ലിലും എങ്ങനെയാണ്, സബ് ഷെല്ലുണ്ടല്ലേ, ഓരോ ഷെല്ലിലും നമ്മൾ കണ്ട് KLMN, ഓരോ ഷെല്ലിലും സബ് ഷെല്ലുണ്ട്. അതുകൊണ്ട് വിച്ച് സബ് ഷെൽ ഈസ് കോമൺ ടു ഓൾ ഷെൽ. ഇതാ നോക്കിയേ, ഓരോ ഷെല്ലിലും ഇവിടെ നോക്കിയേ KLMN, ഓരോ ഷെല്ലുണ്ട്. ഓരോ ഷെല്ലിലും കോമൺ ആയിട്ടുള്ള സബ് ഷെൽ ഏതാണ്? SLA. ഓരോ ഷെല്ലിലും എന്താ ഇതിൽ കെയില് S ഉണ്ട്, Lല് S ഉണ്ട്, ദെൻ എമ്മിൽ S ഉണ്ട്, അതുപോലെ തന്നെ Nലും S ഉണ്ട്. അപ്പോൾ ഓരോ ഷെല്ലിലും കോമൺ ആയിട്ട് കാണുന്ന സബ് ഷെൽ ഏതാണ്? S ആണ് കേട്ടോ. ഇതൊക്കെ മിക്കപ്പോഴും 1 മാർക്കിന്റെ ഒക്കെ ആയിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓരോ ഷെല്ലിലും കോമൺ ആയിട്ട് കാണുന്ന സബ് ഷെൽ ഏതാണ്? S ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോ ഷെല്ലിലുമുള്ള S സബ് ഷെല്ലാന്ന് പറഞ്ഞാൽ ആ സബ് ഷെല്ലിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് നോക്കാം. മനസ്സിലായല്ലോ? റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പം Nന്റെ വാല്യൂ 1, Nന്റെ വാല്യൂ 1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏത് ഷെല്ലാണ്? K ഷെല്ലാണ് വരുന്നത് അല്ലേ. Nന്റെ വാല്യൂ 1 എന്ന് പറയുമ്പോൾ K ഷെല്ലാണ്. K ഷെല്ലിലുള്ള സബ് ഷെൽ ഏതാണ്? S ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെയാവുകയാണെങ്കിൽ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 1S വെച്ചിട്ടാണ്. 1S എന്നാണ് റെപ്രസെന്റ്, കാരണം Nന്റെ വാല്യൂ 1 ആണ്. 1S എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായാലോ? അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് നോക്കിയേ, സപ്പോസ് L നോക്കാം. അടുത്ത് കഴിഞ്ഞ് L അല്ലേ വരുന്നത്, L ഷെല്ലാണ്. L ഷെല്ലാകുമ്പോൾ നമുക്കറിയാം Nന്റെ വാല്യൂ എത്രയാണ് വരുന്നത്? Nന്റെ വാല്യൂ 2 ആണ് വരുന്നത് ഇല്ലേ. അപ്പൊ അവിടെ എത്ര സബ് ഷെല്ലുണ്ട്? S ഉണ്ട്, P ഉണ്ട് ഇല്ലേ. S ഉണ്ട്, P ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? S-നെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? Nന്റെ വാല്യൂ വെച്ചു. ഇപ്പൊ 2S. P-നെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 2P എന്ന് റെപ്രസെന്റ് ചെയ്യും. മനസ്സിലായോ? അടുത്ത ഏതാണ് വരുന്നത്? M ആണ് വരുന്നത്. M എന്ന് പറയുമ്പോൾ Nന്റെ വാല്യൂ 3 ആണ് വരുന്നത് ഇല്ലേ. അപ്പൊ Mൽ എത്ര സബ് ഷെല്ലുണ്ട്? SPD ഉണ്ട് ഇല്ലേ. SPD ഉണ്ട്. അപ്പൊ എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് 3S എന്ന് എഴുതാം. ഇതെങ്ങനെയാണ്? 3P എന്ന് എഴുതാം. ഇതെങ്ങനെയാണ്? 3D എന്ന് എഴുതാം. മനസ്സിലായോ? അടുത്തത് N ഷെല്ലുമാണ്. N ഷെല്ലാണെങ്കിൽ എത്രയാണ്? Nന്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 4 ആണ് വരുന്നത്. അവിടെ എത്ര സബ് ഷെല്ലുണ്ട്? SPDF ഇല്ലേ. അപ്പൊ ഇതെങ്ങനെ എഴുതാം? 4S, ഇത് 4P, ഇതെങ്ങനെയാണ്? 4D, 4F. ഈ രീതിയിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഓരോ ഷെല്ലിലെയും സബ് ഷെല്ലുകളെ നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. നോക്കാം, ഇതാ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ, കൊടുത്തിട്ടുണ്ട്. ഇതാ അവിടെ ഒരു ടേബിൾ ഉണ്ട്, ടേബിളിൽ കൊടുത്തിട്ടുണ്ട് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കണ്ടില്ലേ. N വെച്ചിട്ടാണ്. N വെച്ചിടുമ്പോൾ N വരുമ്പോൾ Nന്റെ വാല്യൂ ഓരോന്ന് വരുമ്പോൾ ഓരോ ഷെല്ലാണ് വരുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ് ഷെല്ല് K ഷെല്ലിന് S ഉള്ളൂ. L ഷെല്ലാകുമ്പം S-ഉം P-യും ഉണ്ട്, M-ന് SPD ഉണ്ട്, N-ന് SPDF വരും. ക്ലിയർ ആയല്ലോ? അപ്പൊ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? K ഷെല്ലിൽ S മാത്രം ഉള്ളതുകൊണ്ട് 1S എന്ന് എഴുതാം അല്ലെ. L ഷെല്ലിൽ S-ഉം P-യും ഉണ്ട്. Nന്റെ വാല്യൂ 2 ആയതുകൊണ്ട് എങ്ങനെയാണ്? 2S, ഇത് 2P. ഇതെങ്ങനെയാണ്? 3S, 3P ഇല്ലേ. 3P, 3D. ഇതെങ്ങനെയാണ് വരുന്നത്? 4S, 4P, 4D. മനസ്സിലായല്ലോ? അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ സബ് ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതവിടെ അടുത്ത് നോക്കിയേ, L ഷെല്ലിന്റെ കേസിൽ നോക്കി ഇവിടെ എങ്ങനെ എഴുതാം? 2S ആണ് ഇല്ലേ. 2S ആണ് അവിടെ വരുന്നത് ഇല്ലേ. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും വരുന്നത്? ഓരോ സബ് ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ. അപ്പൊ നോക്കിയേ, ഈ S ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എത്രയായിരിക്കും? 2 വരുമല്ലോ. മനസ്സിലായില്ല? അപ്പൊ അവിടുത്തെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ല. അപ്പൊ ഈ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന സബ് ഷെല്ലിലാണ് 2 വന്നിരിക്കുന്നത്. അപ്പം ആ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന എത്രയായിരിക്കും? ഇത് 2 കൂട്ടുമ്പോൾ 8 വരും. ക്ലിയർ ആയല്ലോ? ഇത് എത്രയാണ്? ഇവിടെ 3S വരും, 3P ആണ്, ഇവിടെ 3D വരും. അപ്പം S-ൽ എത്രയാണ് വരുന്നത്? മാക്സിമം S-ൽ എത്രയാണ്? 2 ആണ് വരുന്നത് അല്ലെ. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. P-ൽ എത്ര വരാം? 6 വരും അല്ലെ. D-ൽ 10 വന്നു. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 18 അല്ലേ വരുന്നത്. 6 8 18 വരും. ഇനി N ഷെല്ലിൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 4S, 4P, 4D, 4F. ഈ ഒരു രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം S ഷെല്ലിൽ മാക്സിമം എത്രയാണ് വരുന്നത്? 2 ആണ് വരുന്നത്. P-ൽ എത്ര വരും? 6 വരും. ദെൻ D-ൽ എത്രയാണ്? 10 ആണ് വരുന്നത്. F-ൽ 14. നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചതാണ്.
എല്ലാം കൂടെ കൂട്ടുമ്പോൾ ആ ഒരു ഷെല്ലിൽ മാക്സിമം എത്ര വരും? 32 വരും. മനസ്സിലായല്ലോ? അപ്പം ഈ രീതിയിൽ നിങ്ങൾ ഇലക്ട്രോണിനെ നിങ്ങൾ ഫില്ല് ചെയ്യണം. ഓരോ ഷെല്ലും ഇലക്ട്രോൺസ് എത്ര വരാന്നുള്ള രീതിയിൽ ഫില്ല് ചെയ്യണം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ 2 ടേബിൾ മനസ്സിലായല്ലോ? എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. സബ്ഷെല്ലിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഓരോ ഷെല്ലിലുള്ള സബ്ഷെല്ലിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അവിടെ വരാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണെന്ന് കണ്ടു. ഇനി ഒരു ഷെല്ല്, സബ്ഷെല്ലും കഴിഞ്ഞിട്ട് പിന്നെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ് കണ്ടു. മനസ്സിലായല്ലോ? ഇതുവരെ മനസ്സിലായല്ലോ കാര്യങ്ങള്? അതായത് ഇലക്ട്രോൺസ് ഓരോ ഷെല്ലിലും എന്തുമാത്രം ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി. അത് ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നതിനും എഴുതുന്ന ഓരോ സബ്ഷെല്ലിനെയും എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങൾ എഴുതുക കേട്ടോ. നോട്ട്ബുക്കിലേക്ക് ഓരോരോ പോയിന്റുകളായിട്ട് എഴുതുക. ഓരോ ഷെല്ലുണ്ടല്ലോ, കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല്, അതിൻ്റെ സബ് ഷെല്ല്, അതിൽ എന്തുമാത്രം ഇലക്ട്രോൺസ് അവിടെ അക്കോമഡേറ്റ് ചെയ്യാം. അങ്ങനെ ആവുകയാണെങ്കിൽ ടോട്ടൽ ഷെല്ലിൽ എത്രമാത്രം ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാം. ഷെല്ലിൻ്റെ ഉള്ളിലാണ് സബ് ഷെല്ല് വരുന്നത്. മനസ്സിലല്ലോ? അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ച് വെക്കുക കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ക്ലാസ് ഇപ്പം ഇത്ര കൊണ്ട് ഞാൻ നിർത്തുവാണ്. അപ്പം നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്തത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ അനുസരിച്ചിട്ട് ഓരോ ഷെല്ലിലും ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയുണ്ട് നമ്മൾ കണ്ടു. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓരോ ഷെല്ലിലും എത്ര വരാമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഓരോ ഷെല്ലിലും അല്ലേ, ഓരോ ഓർബിറ്റിൽ എത്രയാണെന്ന് കണ്ടു, ഓരോ ഷെല്ലിലും എത്രയാണെന്ന് വരാമെന്ന് കണ്ടു. പിന്നെ എന്താണ്, ഓരോ സബ് ഷെല്ലിലും എത്രമാത്രം ഇലക്ട്രോൺസ് ആണ് അവിടെ മാക്സിമം വരാമെന്നുള്ളതും ഡിസ്കസ് ചെയ്തു. പിന്നെ അതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു കേട്ടോ. ഇത്രയും ക്ലിയർ ആക്കുക. ഇതിലോട്ട് നമുക്ക് ഇനി ബാക്കി എനർജിയുടെ കേസാണ് വരുന്നത്. അപ്പോൾ ഇത് നല്ലോണം ക്ലിയർ ആയിരുന്നാൽ മാത്രമേ ഉള്ളൂ ബാക്കി എനർജിയുടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം നല്ലോണം കാര്യം കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. എഴുതി തന്നെ പഠിക്കുക. എന്നിട്ട് ഓരോ പോയിന്റുകളായിട്ട് എഴുതി വരച്ചൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കി പോർഷനുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവരും നല്ലോണം പഠിക്കുക കേട്ടോ. താങ്ക്